സുസ്ഥിര വികസനത്തിന് നിർമ്മിത ബുദ്ധി പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞത്. It can help create a world in which the journey to sustainable development goals becomes easier and faster. To do this, we must pull together resources and talent. We must develop open source systems that enhance trust and transparency. We must build quality data sets free from biases. We must democratize technology and create people-centric applications. We must address concerns related to cybersecurity, disinformation, and deepfakes. And we must also ensure that technology is rooted in local ecosystems for it to be effective and useful. Friend, loss of jobs is AI's most feared disruption. But history has shown that work does not disappear due to technology. Its nature changes and new types of jobs are created. We need to invest in skilling and reskilling our people for an AI-driven future. അജിത് സാർ, ഈ തൊഴിൽ നഷ്ടത്തെക്കുറിച്ചുള്ള ആശങ്കകൾ മുൻപും പലപ്പോഴായി ഈ ഒരു ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു വശത്ത് തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്ക ഇല്ല എന്ന് മാത്രമല്ല, AI-യിലൂടെ പുതിയ സാധ്യതകൾ തുറക്കും എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അപ്പം സുസ്ഥിര വികസനത്തിന് എങ്ങനെ നിർമ്മിത ബുദ്ധി എന്നുള്ളത് എന്താണ് സാർ? തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഉത്തരം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രവചനം പറയുമ്പോൾ ഏത് കാലഘട്ടത്തെ ഉദ്ദേശിച്ചാണെന്ന് കൂടെ നമുക്ക് സൂചിപ്പിക്കേണ്ടിയിരിക്കും. സമീപ ഭാവിയിൽ തീർച്ചയായിട്ടും AI ഒരുപാട് ജോലികളെ മാറ്റിമറിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചില ജോലികൾ ഇല്ലാതാകുകയോ അല്ലെങ്കിൽ AI ഉപയോഗിച്ച് AI പങ്കാളിത്തത്തോടുകൂടി അത് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ കുറച്ച് പേര് പുനർപരിശീലനം നേടിയാൽ അവർക്ക് ജോലി തുടരാൻ സാധിക്കും. പക്ഷേ ഒരു വളരെ വിദൂര ഭാവി നമ്മൾ സങ്കല്പിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ സേവനം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വീട്ടു ജോലി ചെയ്യാൻ ഒരു റോബോട്ട് വന്നാൽ ആ വീട്ടു ജോലി ചെയ്യുന്ന ഒരാളെ പിന്നെ ആവശ്യം വരുന്നില്ല. ഈ റോബോട്ട് തന്നെ തെങ്ങിക്കയറുകയും തേങ്ങയിടുകയും വീട്ടിലെ ചെറിയ കൃഷി ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ഇല്ലാതാവുകയാണ്. വളരെ മനുഷ്യത്വം ആവശ്യമുള്ളതും മനുഷ്യനെ മാത്രം നമ്മൾ ഏൽപ്പിക്കുന്നതുമായിട്ടുള്ള ജോലികൾ തുടരുമായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന പോലെ റിസർവേഷൻ, നമ്മൾ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിന് കൊടുക്കുന്ന റിസർവേഷൻ പോലെ മനുഷ്യന് റിസർവേഷൻ കൊടുക്കേണ്ടുന്ന ആവശ്യം പോലും ഉണ്ടായേക്കാം. പക്ഷെ വിദൂര ഭാവിയിൽ നമ്മൾ പ്രവചിക്കുന്നത് ജോലിയുടെ ആവശ്യമുണ്ടാകില്ല എന്നുള്ളതാണ്. അത് നല്ലതാണോ മോശമാണോ നമുക്കിപ്പം പറയാനൊക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഗവൺമെൻറ് യൂണിവേഴ്സൽ ബേസിക് ഇൻകം ആൾക്കാർക്ക് കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ചയുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതെല്ലാം വളരെ വളരെ അവ്യക്തമായിട്ടുള്ള ഒരു ഭാവിയാണ്, വളരെ സങ്കീർണമാണ്, ഒരുപാട് കാര്യങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ മുന്നോട്ട് വരുമെന്ന് പറയാനൊക്കില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രധാനമന്ത്രി ഇവിടെ സൂചിപ്പിച്ചത് നേരത്തെ ടെക്നോളജിയുടെ ഒരു അനുഭവം, ഹിസ്റ്ററിയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഈ വ്യവസായ വിപ്ലവം യന്ത്രങ്ങളെ സൃഷ്ടിച്ചത് നമുക്ക് ഒരു ഉപകരണങ്ങളായിട്ട് ഉപയോഗിക്കാനായിട്ടായിരുന്നു, ഒരു ടൂളായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. മനുഷ്യൻ്റെ സ്വഭാവമുള്ള, മനുഷ്യനോടൊപ്പം ചലിക്കുന്ന, മനുഷ്യത്വത്തിൻ്റെ അടുത്തെത്തുന്ന പങ്കാളിയായിട്ടുള്ള യന്ത്രങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ അവർ ജോലി എടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന പോലെ ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു 10-50 വർഷം കഴിയുമ്പോൾ 100 കോടി ആൾക്കാരും, ജനസംഖ്യ ചെറിയ തോതിൽ ഇടിയുന്നുണ്ട് ഇപ്പോഴും. ഇപ്പം 100 കോടി ആൾക്കാരും ഒരു 80 കോടി റോബോട്ടുകളും ഉള്ള ഒരു കാലം ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു കാലത്ത് എങ്ങനെ ജോലി നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ തുടരാൻ സാധിക്കും?
പുതിയ തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ജോലികൾ ഉത്ഭവിച്ചു എന്ന് വരാമെങ്കിലും നമുക്കതിനെക്കുറിച്ച് പറയാനൊക്കില്ല. അത്തരത്തിലൊരു കാലഘട്ടത്തിനെക്കുറിച്ച് വളരെയധികം വിശദമായ നീണ്ടുപോകുന്ന ഒരു ചർച്ചയിലൂടെ നമുക്ക് പടിപ്പടിയായി മാത്രമേ അതിനെ മനസ്സിലാക്കാനോ അതിനെ സമീപിക്കാനോ അതിനുവേണ്ടി എന്തെങ്കിലും നടപടികൾ എടുക്കാനോ നിയമം കൊണ്ടുവരാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. തികച്ചും അവ്യക്തമായിട്ടുള്ളൊരു ഭാവിയാണ് ഞാൻ മുന്നിൽ കാണുന്നത്. വ്യക്തമാണ്.